ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, 9th CBSE മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസിലെ ഒരു ടോപ്പിക്കാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ റാഷണലൈസേഷൻ? ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ആണ് √5+1 ഡിവൈഡഡ് ബൈ √2. അതിനെ റാഷണലൈസ് ചെയ്യണം. എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ റൂട്ട് വരുന്നുണ്ട്. ഡിനോമിനേറ്ററിന് ആ റൂട്ടിനെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് വിളിക്കുക. Okay, rationalization is the process where we eliminate square roots from the denominators. Denominators നമ്മൾ റൂട്ട്സിനെ ഒഴിവാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റാഷണലൈസേഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റാഷണലൈസ് ചെയ്തതിനാ? സിമ്പിളാണ്. നിങ്ങൾ ആ ഫ്രാക്ഷൻ എഴുതുക. എന്താ? √5+1 ഡിവൈഡഡ് ബൈ √2. അതിൻ്റെ ഡിനോമിനേറ്റർ എന്താ? √2 അല്ലേ? അപ്പോൾ നിങ്ങൾ താഴെ മേലെ √2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രാക്ഷനാണ്. √2 ബൈ √2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല സാറേ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറിപ്പോവില്ലേ? നമുക്ക് തോന്നിയത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അതിൻ്റെ വാല്യൂ മാറിപ്പോയില്ലേ? ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറിപ്പോയില്ലേ? ഇല്ല. കാരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് √2 ബൈ √2നെ കൊണ്ടാണ്. √2 ബൈ √2യുടെ വാല്യൂ എന്താ? 1 ആണ്. 1നെ കൊണ്ട് നമ്മളൊരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വാല്യൂ മാറുമോ? 1നെ കൊണ്ട് നമ്മൾ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ വാല്യൂ അത് തന്നെയായിരിക്കും, മാറില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? √2നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം √2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ? √5+1. താഴെയോ? √2 ഇൻറ്റു √2 2 ആയി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. √2 ഇൻറ്റു √5 √10. √2 ഇൻറ്റു +1 പ്ലസ് √2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഹോൾ ഡിവൈഡ് ബൈ 2. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. എന്താണ്? √10 പ്ലസ് √2 ഡിവൈഡഡ് ബൈ 2 ഇസ് ദ ഫൈനൽ ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. റൂട്ടിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് പോയി. അപ്പോൾ ഇത്രയും മതി. ഫൈനൽ ആൻസർ ആയി. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. 1/3 + √2. 1/3 + √2. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഫ്രാക്ഷൻ എഴുതുക. ആദ്യം 1/3 + √2 എഴുതി. എന്നിട്ട് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടിയിലുള്ളതിന്റെ മിഡിലുള്ള സൈന് മാറ്റി എഴുതുക. ഓപ്പോസിറ്റ് ആക്കുക. മിഡിലുള്ള സൈൻ ഓപ്പോസിറ്റ് ആക്കുക. അടിയിൽ എന്താ? 3 + √2. അതിന്റെ മിഡിലുള്ള സൈൻ പ്ലസ്. അത് ഓപ്പോസിറ്റ് ആക്കുക. മിഡിലുള്ള സൈൻ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. അപ്പോൾ എന്താ? ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ 3 - √2. അതുകൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡ് ബൈ 3 - √2. വാല്യൂ മാറില്ല. കാരണം എന്താ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 - √2 ബൈ 3 - √2 ഉണ്ടാ. 3 - √2 ബൈ 3 - √2 1 ആണ്. 1 മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറില്ല. സോ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? 1 × 3 - √2 3 - √2. താഴെയോ? താഴെ നോക്ക്. 3 + √2 × 3 - √2. a + b × a - b. a² - b². അപ്പോൾ എൻ്റെ പൊസിഷനിൽ 3 അപ്പോൾ 3² - b². √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ എന്താ? 3 - √2 ബൈ 3² എത്രയാ? 9 - 2 അല്ലേ? സോ 3 - √2 ബൈ 9 - 2 എത്രയാടാ? 7. കണ്ടോ? ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് പോയി. റൂട്ട് പോയതാണല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇത് എന്ത് ഫോർമാറ്റിലാണ്? a + b × a - b ആണ്. അത് a² - b² ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ സ്ക്വയർ 3² മൈനസ് സെക്കൻഡ് വണ്ണിൻ്റെ സ്ക്വയർ √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ 3² - 2 9 - 2 ദാറ്റ് ഈസ് 7. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. ഈ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ എഴുതുക. 6 - 4 √2 ഡിവൈഡഡ് ബൈ 6 + 4 √2. നമ്മളെന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം മേലെ താഴെ. അപ്പോൾ 6 + 4 √2 അല്ലേ? അപ്പോൾ അത് പ്ലസ് മാറ്റി മൈനസ് ആക്കിയത് എന്താ? 6 - 4 √2 ഡിവൈഡഡ് ബൈ 6 - 4 √2. ദാറ്റ്സ് ഈക്വൽ ടു എന്താ? 6 - 4 √2 × 6 - 4 √2. ന്യൂമറേറ്റർ അല്ലേ? എന്താ? 6 - 4 √2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 + 4 √2 × 6 - 4 √2. a + b × a - b. a + b × a - b. a² - b². a² എന്ന് പറഞ്ഞാൽ 6² -b² എന്ന് പറഞ്ഞാൽ 4 √2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, 6 - 4 √2 ഹോൾ സ്ക്വയർ എന്താ? ഇതെന്താ? a - b ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ a² ആദ്യം a² 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 2ab. 2ab എന്ന് പറഞ്ഞാൽ 2 × 6 × 4 √2 അല്ലേ? 2 × 6 × 4 √2 പ്ലസ് b² 4 √2 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? 6² 36 മൈനസ് 4 √2 ഹോൾ സ്ക്വയർ അല്ലേ? 4 √2 ഹോൾ സ്ക്വയർ എത്രയാണ്? 4 √2 ഹോൾ സ്ക്വയർ എന്താ? 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ 2 ആണ് അല്ലേ? അപ്പോൾ 16 × 2 എന്ന് വന്നു. ഓക്കെ, ഇനി നോക്ക്. ആൻസർ എത്ര വരും? വിച്ച് ഈക്വൽ ടു 36. പിന്നെ മൈനസ് ഉണ്ട്. പിന്നെ ഇത് പറ. 2 × 6 12. 12 × 4 49 248 48 √2 48 √2 അല്ലേ? 48 √2 2 8 48 അല്ലേ? 48 √2. ഓക്കെ, പിന്നെ പ്ലസ് പിന്നെ ഇതുള്ളത് 4 √2 ഹോൾ സ്ക്വയർ ഉണ്ട്. 4 √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 2 16 32 അല്ലേ? 32 ഡിവൈഡഡ് ബൈ 4 16 2 2 16 2 16
32. ഓക്കെ റെഡിയാ. നെക്സ്റ്റ് വൺ എന്താ 36 മൈനസ് അടിയിലെന്താ 16 × 2. 16 × 2 എന്താ 32. ഓക്കെ ഇനി നോക്ക് 36 + 32 എത്രയാ 66 അല്ലേ 68 അല്ലേ 68 30 60 66 68. ഓക്കെ -48√2 ഡിവൈഡ് ബൈ താഴെ എന്താ 36 - 32 4 ആണ്. ഇനി ഇത് ഇവിടെ നിർത്തരുത് മക്കൾ. ന്യൂമറേറ്ററിൽ 4 പുറത്തെടുക്കാമല്ലോ. 68 ന്ന് 48 ന്നും 4 പുറത്തെടുക്ക്. 68 ന്ന് 4 പുറത്ത് പോയാൽ എന്താ 40 14 28 7 അപ്പോൾ 17 4 2 12 യെസ് -48 4 പുറത്ത് പോയാൽ 12 അല്ലേ 12 അല്ലേ 48√2 ഉണ്ട്. അപ്പോൾ 12√2 ഡിവൈഡഡ് ബൈ സെയിം 4. ഓക്കെ 4 കട്ടായി പോയി. സോ ആൻസർ എന്തോന്നു 17 - 12√2. സോ ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് പോയി. അങ്ങനെ ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് ഒഴിവാക്കുന്ന റൂട്ടിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക റാഷണലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ റൂട്ട് 2 മാത്രം വരും. അങ്ങനെയാണ് ഇത് മാത്രമാണ് വെച്ചാൽ അതുകൊണ്ട് തന്നെ മേലെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ അതിന് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അത് തന്നെ. ഇനിയിപ്പോൾ ചിലപ്പം ഇതിപ്പം മേലെ ഇപ്പോൾ ചിലപ്പോൾ 3 - ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇതിനെ കോൺജുഗേറ്റ് എടുത്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 - 4√2 / 6 - 4√2 കൊണ്ട് തന്നെ താഴെ മേലെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ കൊണ്ട് ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ -4√2 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നോർമലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.